ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ്, സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ജസ്റ്റ് സൺഡേ വെറുതെ ഇരിക്കില്ലേ, അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ ചാനൽ എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു ക്ലീനിങ് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്, ഷോപ്പിംഗ് വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യുന്നത്. സൺഡേ ആയതുകൊണ്ട് വേറെ പരിപാടീസൊന്നുമില്ല, പുറത്ത് പോകാനില്ല, അതുപോലെ ക്ലിനിക്കില്ല. അപ്പോൾ എന്തായാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ ആ ഡേ ഫുള്ള് പോവും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൺഡേ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കാരണം ഒറ്റൊരു ഡേ ആണ് നമ്മൾ ലീവ് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനൊക്കെ ചെയ്തു. വേറെ ഒന്നുമില്ല, ഫേസ് വാഷ് ചെയ്തു, ബ്രഷ് ചെയ്തു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ക്ലോത്ത്സ് എല്ലാം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അതാദ്യം കഴുകാനായിട്ട് ഇട്ടു. പിന്നെ ഉമ്മച്ചി ഇവിടെ ഇല്ല, ഉമ്മച്ചി ഇത്താൻ്റെ വീട്ടിൽ പോയേക്കുവാണ്. 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. ലാഹിക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഞാനും ഇക്കായും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ടെന്ന്. ഓരോ സൺഡേയും ഓരോ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ചിലപ്പോൾ എന്തെങ്കിലും മാരേജ് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ആ ഒരു ഡേ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അങ്ങനെ. അല്ല വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടുക്കി പറക്കി വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യുക, അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ മോർണിംഗിൽ പക്ഷേ ഓൾറെഡി മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ മാവാണ്. അതിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു. കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് പരീക്ഷണങ്ങൾ, എനിക്ക് എപ്പോഴും ഉള്ളതാണ് കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കാം എന്ന് ആ ഒരു പരീക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കിച്ചണിൽ കയറി, എനിക്ക് കുക്ക് ചെയ്യാനും കിച്ചൺ വർക്ക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫുൾ ടൈം കിച്ചണിൽ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മുടെ വർക്ക് എന്താണോ അത് പെട്ടെന്ന് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഉമ്മച്ചീനോടും അതാ പറയണേ. കാരണം ലൈഫ് മുഴുവൻ എന്താ പറയുക, ഒരു കിച്ചണിലും വീട്ടുജോലിയും ആയിട്ട് അങ്ങനെ കളയാതെ അത്യാവശ്യമുള്ള വർക്ക്സ് പെട്ടെന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ ബാക്കി ടൈമിൽ അവരുടേതായ എന്തെങ്കിലും ഹോബീസോ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിം കാണാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൈം, നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അതൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക, അല്ലാതെ ഫുൾ ടൈം നമ്മൾ കിച്ചണിൽ തന്നെ നിൽക്കുന്ന വീട്ടമ്മമാരോടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് എഗ് ദോശ അല്ലെങ്കിൽ എഗ് അപ്പം അങ്ങനെയാണെങ്കിലും പറയാം, അല്ലെങ്കിൽ ദൊപ്പം എന്ന് പറയാം. കാരണം അപ്പത്തിൻ്റെ മാവ് ഞാൻ ദോശയൊക്കെ ആക്കാൻ നോക്കി, എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും ട്രൈ ചെയ്തു, അപ്പവും ട്രൈ ചെയ്തു. അപ്പോൾ ഇക്കാക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ, അപ്പം ഇക്കാക്ക് സെപ്പറേറ്റ് മതി എന്ന് പറഞ്ഞു എഗ്ഗ്. അങ്ങനെ ഞാൻ ഇക്കാക്ക് സെപ്പറേറ്റാണ് ചെയ്തത്. എനിക്ക് എഗ്ഗ് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് അതിൽ സവാളയും തക്കാളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട്, പിന്നെ കുറച്ച് മസാലാസ്, നമ്മുടെ കുരുമുളക്, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടു കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഇട്ടൊന്ന് ചോപ്പ് ചെയ്ത് അതിലൊഴിച്ച് കുക്ക് ചെയ്ത് അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ക്ലീനിങ്ങിലോട്ടാണ്. അപ്പം ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല അധികം. മീൻസ് ഉമ്മച്ചി എന്നെ എല്ലാം സെറ്റാക്കി വെക്കുന്നത് കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിച്ചൺ സ്ലാബ് വർക്ക് ഏരിയ അതുപോലെ ടേബിളും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം ഞാൻ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ഫിഷ് ഉണ്ട്, കോഴിക്കാർപ്പുണ്ട്, ഇതുണ്ടെന്നൊക്കെ വിചാരിക്കും. അന്നില്ല, എൻ്റെ കുഞ്ഞ് കുറച്ച് ഗപ്പീസ് മാത്രമാണ് ഉള്ളത് കേട്ടോ. അതെനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതിപ്പോൾ കളറുള്ളതായാലും ഇല്ലാത്തതായാലും എനിക്ക് ആ കുഞ്ഞ് കുറച്ച് ഫിഷസ് ഉള്ളതും അതിന് ഫീഡ് ചെയ്യുന്നതും അതവിടെ നിൽക്കുന്നതും എനിക്ക് ഭയങ്കര ആരോ കൂടെ ഉള്ള പോലെയാണ്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പെറ്റ്സിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഞാൻ അത് കളയത്തില്ല. കുറേ പേര് പറയും എന്തിനാണ് ഇതിങ്ങനെ വെച്ചേക്കുന്നത്, അത് ജസ്റ്റ് കളർ ഗപ്പിയല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക കുളത്തിൽ കാണുന്ന മീനല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അത് കളയാൻ എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാൻ അതെന്തായാലും ക്ലീൻ ചെയ്തു. അത് കുറേ ദിവസമായി, കാരണം ഇപ്പോൾ തിരക്കായതുകൊണ്ട് കുറേ ദിവസമായിരുന്നു. അപ്പോൾ നല്ല പായൽ പിടിച്ചു. അപ്പോൾ അത് ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം.
ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ആ ഫിഷ് ടാങ്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടു കേട്ടോ. അത്രയ്ക്കും പായലായിപ്പോയി. വാഷ് ചെയ്യാൻ ഇട്ടിരുന്ന തുണി ഓൾറെഡി ആയി, അതുകൊണ്ട് വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓയിൽ ചെയ്യാൻ പോയി. ഹെയർ ഓയിൽ ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും സൺഡേസിലാണ് നല്ല രീതിയിൽ ഹെയർ ഓയിൽ ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് കുളിക്കുന്ന ആ ഒരു ഡേ ആണ്. അപ്പോൾ നല്ല ഹെയർ ഓയിൽ ചെയ്ത് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് അത് കെട്ടിവെച്ചു. അപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ സെറ്റ് ചെയ്യുന്ന കാര്യമാണ് അത്. ഫ്രിഡ്ജിലുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസും എന്തൊക്കെയാണോ ഉള്ളത് അത് ഞാൻ ഓർഗനൈസ് ചെയ്ത് കൊടുക്കും. ഉച്ചയ്ക്ക് ഫ്രിഡ്ജ് എത്ര ഓർഗനൈസ് ചെയ്താലും അത് വീണ്ടും ഒരു കോലം ആവും. എന്ന് വെച്ചാൽ അത് എന്നും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് വീണ്ടും കോളമായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഞാൻ സൺഡേസിൽ ഞാനാണിപ്പോൾ അത് ചെയ്യുന്നത്. അതൊന്ന് ഓർഗനൈസ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളതും പീൽ ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് ആക്കി ഒരു ബോക്സിലാക്കി ഓരോന്നും കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കും. കാരണം ഫ്രിഡ്ജിനകത്ത് ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് ഉള്ളിലോട്ടിരിക്കുന്ന സാധനങ്ങളൊന്നും അധികം കാണുന്നില്ല. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കാണുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അതൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെയിലി നമുക്ക് രാവിലെ പോകുന്ന ടൈമിൽ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സൺഡേസിലൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ഫിലിം കാണാമെന്ന് വിചാരിച്ചു. ടൂറിസ്റ്റ് ഫാമിലിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. നല്ല മൂവി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ മൂവി കാണുന്നത്. ശരിക്കും മൂവീസൊന്നും ഇപ്പോൾ കാണാറേ ഇല്ല. അപ്പോൾ സൺഡേസിൽ ഞാൻ വെച്ച് വല്ലപ്പോഴും ഒരു ഫിലിമൊക്കെ കാണാം. ആ ഒരു ടച്ചൊക്കെ വിടുന്നു. എനിക്ക് ഏതാണ് ഇപ്പോൾ റിലീസാവുന്ന ഫിലിംസ് എന്ന് പോലും അറിയില്ല. ആ ഒരു രീതിയിലായിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് കണ്ടു. നല്ല ഫിലിമാണ്. ഒരു പ്രശ്നം, ഫിലിം കണ്ടാൽ എന്തായാലും ഞാൻ കരഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. കുറച്ച് സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. നല്ല മൂഡിലാണെങ്കിൽ സെറം കൂടി ഇടും, ഇല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടും, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാറില്ല. എപ്പോഴാണോ സമയം കിട്ടുന്നത്, എപ്പോഴാണോ തോന്നുന്നത് ആ ടൈമിലാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഹെയറിൽ സെറം ഇടും. അത് നമ്മൾ ഷാമ്പൂ കണ്ടീഷണറും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ഹെയർ സെറം അപ്ലൈ ചെയ്യും. അതെന്തായാലും ചെയ്യാറുണ്ട്. കണ്ടോ, രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ മഴയായി. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ. രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് മഴയായിരിക്കും, വീണ്ടും വെയിലായിരിക്കും, രാത്രി മഴയായിരിക്കും. അങ്ങനെ ഫുൾ ഷിഫ്റ്റിംഗ് ആണ്. ഉച്ചയായപ്പോൾ മഴ പെയ്തു. പിന്നെ ഇന്ന് ക്ലീനിങ് ആയി. പിന്നെ ഉമ്മച്ചിയില്ല. അപ്പം എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ലഞ്ച് വെക്കാനുള്ള ടൈമില്ലായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുവാണ് ചെയ്തത്. പെരി അൽഫാം മന്തിയാണ് വാങ്ങിയത്. ഇവിടെ അടുത്തുള്ള ബാബൽ മന്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് വാങ്ങി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിടെ നിന്നൊരു ഹാഫ് മന്തി വാങ്ങി. ശരിക്കും ഹാഫിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്നാലും ഹാഫ് മന്തി വാങ്ങി ഞാനും ഇക്കായും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ കുറച്ച് റീൽസൊക്കെ എടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ബുള്ളറ്റൊക്കെ ഒട്ടിക്കുന്ന ഒരു റീലൊക്കെ എടുത്തു. വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കാണണേ. കുറേ നാൾക്ക് ശേഷമാണ് ബുള്ളറ്റ് ഓടിക്കുന്നത്. ഏകദേശം 2 വർഷമായി ശരിക്കും ഞാൻ ബുള്ളറ്റ് ഒന്ന് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട്. കാരണം അന്നത്തെ ആ ഒരു ധൈര്യം എങ്ങോട്ടോ പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും അത് റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്തായാലും ഓടിക്കണം, ഇറങ്ങണം അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ സന്ധ്യയായി. ഇപ്പം ഞാനൊരു 7 മണിക്കകത്ത് അല്ലെങ്കിൽ 7:30 മാക്സിമം 8 ഇതിനകത്ത് എന്തായാലും ഞാൻ ഇപ്പോൾ ഡിന്നർ കഴിക്കാറുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും മന്തി കഴിച്ചു. അച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചുവിനും മന്തിയൊക്കെ കൊടുത്തു. അപ്പോഴും അച്ചു നല്ല കട്ടൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അവൻ കട്ടൻ ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ലൊരു കട്ടൻ ചായ കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ കപ്പലിൻ്റെയൊക്കെ കൊണ്ടുവച്ച് സെർവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉള്ളൂ. പിന്നെ രാത്രി ആയപ്പോൾ കുറച്ച് വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഓൺ കാര്യങ്ങൾ. പിന്നെ നാളത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ നോട്ട് ചെയ്യും. ഇപ്പം ഞാൻ അത് ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ഓരോ കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ ജേർണൽ ചെയ്യാം. അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് എൻ്റെ യോഗയാണ്. അത് ഞാൻ എന്നുമില്ല. യോഗ എപ്പോഴാണ് എൻ്റെ ബോഡിക്ക് ഒരു സ്ട്രെസ് റിലീഫ് വേണ്ടത് അപ്പം ഞാൻ യോഗ ചെയ്യും. അതായത് ഫുഡൊന്നും കഴിച്ചിരിക്കുന്ന ടൈമല്ല, അത് കഴിഞ്ഞ് കുറേ അവേഴ്സിന് ശേഷം ഞാൻ യോഗ കിടക്കാൻ നേരത്ത് ചെയ്തു. കാരണം ഇപ്പം നല്ല ബാക്ക് പെയിൻ തോന്നി. അപ്പം ഞാൻ ആ ഒരു സ്പൈനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗാസനാസാണ് ചെയ്തത്. യോഗ നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. മസ്റ്റായിട്ടും യോഗ ചെയ്യണം. കാരണം അത്രയ്ക്ക് നല്ലതാണ് യോഗ. മൈൻഡിനായാലും ബോഡിക്കായാലും എല്ലാ രീതിയിലും നല്ലതാണ്. അധികം എക്സേർഷൻ വരുന്നില്ല. അപ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ് റിലീഫ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്താലും മതി. ഒപ്പം യോഗയും കൂടി ഇടയ്ക്കൊന്ന് ചെയ്യുന്നത് മൈൻഡിനും കൂടി കുറച്ച് റിലാക്സേഷൻ ആയിരിക്കും. പിന്നെ നൈറ്റ് ആയപ്പോൾ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുവാണ്. അത് സെറം യൂസ് ചെയ്യുവാണ്. ഇതൊക്കെ ഞാൻ സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ. രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയൊക്കെ സ്കിൻ കെയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും സെറം മോയ്സ്ചറൈസറൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ രാത്രി ഞാൻ യൂസ് ചെയ്ത ഈ ഒരു പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡ് സെറമാണ് കേട്ടോ. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല റിവ്യൂ കണ്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. അതുപോലെ ഡോക്കിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. Lately I was feeling like I need a purpose, but when you
to me. Give me the impression that I won't scratch your surface. ഇന്നത്തെ വീഡിയോ ശരിക്കും ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോയാണ്. ഇതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഡേ എങ്ങനെയായിരുന്നോ അത് ഞാൻ അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.